വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്ലോക്കേജ് ആണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. പേഴ്സണൽ റീഡിംഗ് അല്ല, കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. അതിനുശേഷം മാത്രം റീഡിങ്ങിലെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ റീഡിംഗ് ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഒരു എനർജി എന്ന് പറയുമ്പോൾ ഫയർ എലമെൻറ്റ് കാണുന്നുണ്ട്. രണ്ടുപേർക്കും അതിൻ്റേതായ പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത്. സ്റ്റിൽ അതിൽ ഒരു വ്യക്തി ഒരു ചെറിയ രീതിയിലൊരു ഡോമിനേഷൻ എന്നുള്ള പോലെ കാണിക്കുന്നുണ്ടാകാം. കുറച്ചും കൂടിയും അവർക്ക് കൂടുതലൊരു അതോറിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാകാം. എങ്കിൽ കൂടി രണ്ടുപേർക്കും ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനോ പറ്റാത്തൊരു മാനസിക സ്ഥിതിയാണ്. കാരണം നിങ്ങളുടെ ലവിൻ്റെ ഒരു ഡെപ്ത് നല്ല രീതിയിലൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ മേ ബി നിങ്ങൾ ഒരുമിച്ചായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഉള്ളിലുള്ള ഒരു ഫയർ എലമെൻറ്റ് ഇപ്പോഴും അണയാത്ത പോലെ തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്കൊക്കെ ഈ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടാകാം. കാര്യങ്ങൾ പരസ്പരം പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊന്നും നടത്തുന്നുണ്ടാകില്ല. ഒറ്റപ്പെട്ട പോലെയുള്ളൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങൾ ഇടുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ടോ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അവിടെയും അതുപോലെയുള്ളൊരു ഈക്വൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ളൊരു സ്നേഹം തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ബ്ലോക്കേജ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിൽ ഉള്ളൊരു അതോറിറ്റീവ് ആയിട്ടുള്ളൊരിത്, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് മറ്റുള്ളവർ ഫോളോ ചെയ്യണം എന്നുള്ളൊരു രീതി മാത്രമാണ് ഇതിലൊരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്നത്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. അപ്പോൾ ഇമോഷണൽ തലത്തിൽ മാത്രം ചിന്തിക്കാതെ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുക എന്നുള്ളൊരു അഡ്വൈസ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിൽ പല സംശയം നമുക്ക് മനസ്സിലുണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം തന്നെ ആ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളും മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കാം. നല്ലൊരു രീതിയിലുള്ളൊരു ഫയർ എലമെൻ്റ് തന്നെ ആ വ്യക്തിയുടെ മനസ്സിലും നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു സ്നേഹം പരിഗണനയും കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടും ചിന്തിച്ചുകൊണ്ടുള്ളൊരു വൈകാരികപരമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിനേക്കാളും ബെറ്ററായിട്ട് നല്ല പ്രാക്ടിക്കലായിട്ടും ലോജിക്കലായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം.